കുവൈറ്റ് മിററിൻ്റെ ഒരു പുതിയ വ്ലോഗിലോട്ട് സ്വാഗതം. കുറച്ച് നാളത്തെ നല്ലൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാൻ കാരണം ഞങ്ങൾ കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് തന്നെ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ പുതിയ വീഡിയോ ഇറക്കുന്നില്ലേ. അതുകൂടാതെ എന്നോട് പലരും ഫോൺ വിളിച്ച് ചോദിച്ചു, ഓരോ സ്ഥലത്തിലേക്ക് ഞങ്ങൾ നേരത്തെ പോയ പല സ്ഥലത്തിലേക്കും പോകേണ്ട വഴികളും പല റൂട്ടുകളും അങ്ങനെ ചോദിച്ചപ്പോൾ നമുക്ക് തന്നെ അതൊരു വലിയ ഇൻസ്പിറേഷനായി. അങ്ങനെ ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അത് കുവൈറ്റിൽ ഇപ്പോൾ സ്റ്റിൽ തണുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഹാല ഫെബ്രുവരി ഒക്കെയാണ്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളിലൊക്കെ നല്ല ഓഫറിലൊക്കെ വന്നിട്ട് അത് കുറേ പേർക്കൊക്കെ സാലറി ഒക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ് ഇനി കുറേ പേർക്ക് സാലറി കിട്ടാനുണ്ട്. ഈ ഹാല ഫെബ്രുവരിയുടെ പ്രത്യേകത അനുസരിച്ച് ഇവിടെയുള്ള വണ്ടികളിലെല്ലാം നമുക്കിപ്പം കാണാൻ കഴിയും, ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളിലെല്ലാം നല്ല നാഷണൽ ഫ്ലാഗ് എല്ലാം ചീറിപ്പാഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ പുതിയ നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം കാണാൻ പറ്റും നമുക്കിവിടെ കുവൈറ്റ് മൊത്തം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഹാല ഫെബ്രുവരി എനിക്കും ജൂബിന് ഇന്ന് ഒരുമിച്ച് ജോബ് കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഉള്ളത് അബ്ദലിയിലെ ബ്ലൂ ലേക്ക് ഫാമിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഇതിൻ്റെ ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കാണാൻ ഇപ്പോൾ രാവിലെ ഞങ്ങളിപ്പോൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 9 മണിയായി. ഇവിടെ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ എത്തി, ഒന്ന് ഫ്രഷൊക്കെ ആയി. ഇപ്പം 11 മണിയായി ഏകദേശം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, നമ്മുടെ എല്ലാ ആൾക്കാരും നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല എൻജോയ് ചെയ്യുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു ടൈമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയൊരു സമയമാണ്. ഓക്കെ, ഞങ്ങളിപ്പം അബ്ദലിയിലെ ബ്ലൂ ലേക്ക് ഫാമിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് അടയ്ക്കേണ്ട കാര്യമില്ല. എല്ലാം സൗജന്യകരമായ രീതിയിലാണ്, ഫ്രീ ആണ്. ഞങ്ങളിതിൻ്റെ മനോഹാരിത നിങ്ങളിൽ എത്തിക്കാൻ കഴിവും ശ്രമിക്കുന്നതാണ്. ഈ ഫാം ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റോയൽ രീതിയിലുള്ള ഇലക്ട്രോണിക് വാഹനങ്ങൾ ഇവിടെയുണ്ട്. അതിന് പ്രത്യേകം ഫീസും ഉണ്ട്. ചുവന്ന ക്യാബേജ് എല്ലാം ഉണ്ടായി കിടക്കുവാണ്. ഒത്തിരി വലുപ്പത്തിലുള്ള ക്യാബേജാണ്. ഇത് പച്ച കളറിലേ ഉണ്ട്, അപ്പുറത്ത് റെഡ് കളറിലേ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഇത് പറിക്കാമെന്ന് തോന്നുന്നു, അറിയില്ല. ഇതുണ്ടോ, ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റായ ബ്രൊക്കോളിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഷാരൂഖ് ഖാന്റെ ഫിലിം ഇല്ലയോ, DDLJ-യിലുള്ള അതായത് കടുക് പാടങ്ങളാണിത്. കടുക് പാടം മൊത്തം കടുക് വിളഞ്ഞു നിൽക്കുകയാണ്. കുറച്ച് നാളുകൂടി കഴിഞ്ഞാൽ കടുകിന്റെ വിളവെടുപ്പാണ്. ഇത് ചുമ്മാ കണ്ടു കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടം പോലെ തോന്നും. ഒരു പൂന്തോട്ടം അല്ല ഇത് കടുകും തോട്ടമാണ്. പക്ഷെ മനോഹാരിത നിറഞ്ഞ ഒരു കടുകും തോട്ടം. ഒരു കുറേ ഏറെ ഉണ്ട് കേട്ടോ, അടിപൊളി. ഹലോ, അയ്യോ ക്യാമറയുടെ അടുത്ത് വരെ വന്നു. ഒരാൾ സെൽഫി എടുക്കുന്ന നല്ല ബിസിയിലാണ്. സൂ ആണിത്. ഇവിടെ കുറേ അനിമൽസിനെ സംരക്ഷിക്കുന്നുണ്ട്. അതായത് ഇത്രയും വിസിറ്റേഴ്സ് വരുന്നതാണ്. ആ വിസിറ്റേഴ്സിനെ ഒരു വിനോദപ്രദമായ കാര്യങ്ങളെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സൂവിൽ. അതുകൊണ്ടാണ് കുറച്ച് അനിമൽസിനെ അവർ സംരക്ഷിക്കുന്നത്. ഒരുപാട് കുട്ടികളും ഒരുപാട് ആളുകൾ വരുന്നതാണ്. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയാണ്. കൂടും പരിസരമൊക്കെ നല്ല വൃത്തിയാണ് സൂക്ഷിക്കുന്നത്. നല്ല നാടൻ കോഴികളാണെന്ന് തോന്നുന്നു. എല്ലാം നല്ല നാടൻ കോഴികളാണ്. എല്ലാം വിശ്രമത്തിലാണ്. എനിക്ക് തോന്നുന്നു തീറ്റയൊക്കെ കഴിച്ച് വിശ്രമിക്കുകയാണ് എല്ലാം. തണ്ണീർപ്പന്തലാണ്. ജോബി ക്ഷീണിച്ച് അവശനായി ഇരിക്കുന്നുണ്ടോ തണ്ണീർപ്പന്തലിൽ. അത് കുവൈറ്റിൽ കാണണമെങ്കിൽ വളരെ വിരളമായിട്ട് കാണാത്തുള്ളൂ. ഇതൊക്കെ നല്ല ഇതിനകത്ത് പ്രത്യേക കച്ചിയൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. ഇത് എല്ലായിടത്തും ഇങ്ങനെ ഓരോ രീതിയിൽ തണ്ണീർപ്പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല റെസ്റ്റ് എടുക്കാനും വിശ്രമിക്കാനും സൂപ്പർ. ഒരു കുഞ്ഞ വീട് കാണുകയാണ് നമ്മൾ. ഇതുണ്ട്, ഒരു കുഞ്ഞൊരു വീടാണ്. നോക്കാം എന്തോ അതിനകത്തുനിന്ന്. ഒരു കുഞ്ഞു വീട് പോലെ ഉണ്ടാക്കി ഇതിനകത്ത് ഒരു ജാറ് വെച്ചിരിക്കുകയാണ്.
വേസ്റ്റ് കളയാനായിട്ടാണ് ഈ ജാറിനകത്ത്. ആരും അല്ലാതെ വേസ്റ്റ് ഒന്നും ഇവിടെ കളയാനും കണ്ടിട്ടില്ല. എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയൊരു പേപ്പർ കഷ്ണമാണെങ്കിൽ പോലും ഈ വേസ്റ്റ് ഡിസ്പോസലിനകത്ത് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് നല്ല എല്ലായിടത്തും ഇത് ഒത്തിരി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ജാർ പോലെ ഇത് ഉണ്ടാക്കി ഒത്തിരി സ്ഥലത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. താറാവുകള് അടയിരിക്കുവാണെന്ന് തോന്നുന്നു. എല്ലാവരും നിന്ന് ഒരു പാത്ത് വന്ന് രഹസ്യമായിട്ട് ഇവിടെ ഒളിച്ചിരിക്കുക. ടോയ്ലറ്റ് തന്നെ എത്ര മനോഹരമായിട്ടാണ് ഇവരിവിടെ പണിത് വെച്ചിരിക്കുന്നത് നോക്കാം. എല്ലാം വുഡിലാണ് പണിതേക്കുന്നത്. എല്ലാ ടോയ്ലറ്റും വുഡിലാണ്. രണ്ട് സൈഡും നമുക്ക് കാണാം. ഇത്രയധികം നല്ല നീറ്റുമായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ്. എല്ലാം നല്ല ബെഞ്ച് ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. ആ ബെഞ്ചെല്ലാം മരത്തുകൊണ്ട് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം നമുക്ക് കാണാം മരം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ ബെഞ്ചെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഇരിക്കാൻ പറ്റത്തില്ല, പക്ഷെ കുറേ പേര് ഇരിക്കുന്നുണ്ട്. ഇച്ചിരി ചൂടൊക്കെ തുടങ്ങിയപ്പോൾ ഏകദേശം 12 മണിയായി. അപ്പോൾ ചൂടെല്ലാം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഇരിക്കാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ ഏറ്റവും നല്ല സ്ഥലമാണിത്. ഈ മഴ പെയ്ത് വെള്ളമൊന്നും വീഴാത്തതുകൊണ്ട് തടികൾക്ക് അങ്ങനെ കുത്തലൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ വെള്ളം വീഴാത്തതുകൊണ്ട് ഇത് ഒത്തിരി നാൾ നീണ്ടു നിൽക്കുകയും ചെയ്യും തടിയൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പണിതിട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം ആയുസ് കിട്ടത്തില്ല. നാട്ടിൽ മഴയുള്ളതുകൊണ്ടാണ്. മഴ പെയ്ത് കഴിയുമ്പോഴത്തേന് വെള്ളമെല്ലാം ഇതായി പോകും. പക്ഷെ ഇവിടെ അങ്ങനെ മഴ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പോളിഷൊക്കെ ചെയ്യുന്നത്. ഇവിടെ കൂപ്പൺ സിസ്റ്റമാണ്. എല്ലാത്തിനും പാസ് ഉണ്ട്. പാസ് അനുസരിച്ചാണ് ഇവിടെ കയറ്റുന്നത്. പേടിയാന്ന് കേട്ടോ, അവരെ പേടിപ്പിക്കുക. ഇവിടെ ഒരു വലിയ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഇതും ഇവിടെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ അലോവേറ, തുളസി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തുളസി, ചീര, കൈതച്ചക്ക, ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട്. ഏകദേശം നമ്മൾ വളരെ തുച്ഛമായിട്ടൊരു പൈസ ഇവിടെ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അലോവേറയുടെ റേറ്റ് ചോദിച്ചു. 1 രൂപയേ ഉള്ളൂ അലോവേറയ്ക്ക്. വിത്ത് ആ ചെടിച്ചട്ടിയോടെ അവിടെ തരുന്നത്. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ വിലയ്ക്ക് അത് കിട്ടും കേട്ടോ. ഒരു പിസ്സ ഗോപുരമാണ് കാണാൻ പോകുന്നത് നമ്മൾ. ഈജിപ്തിലെ പിസ്സയാണിത്. ഈ പാവനത്തൂടെ വേണേൽ കറങ്ങി നടക്കാൻ ഇവിടെ സൈക്കിള് റെന്റിന് കൊടുക്കുന്നുണ്ട്. വലിയ സൈക്കിളിന് അരമണിക്കൂറിന് 3 ദിനാറും, ചെറിയ സൈക്കിളുണ്ടോ കുഞ്ഞു പിള്ളേരൊക്കെ ഇഷ്ടപ്പെട്ട് കൊടുത്തു വാങ്ങുക. ചെറിയ സൈക്കിളിന് 1.5 ദിനാറുമാണ്. കുറച്ച് നേരം ഒരു രസമുണ്ട് ഇങ്ങനെ സൈക്കിളെ ചവിട്ടി. ഞാനൊരു സൈക്കിൾ എടുത്തു, 1/2 മണിക്കൂർ ചവിട്ടി 3 ദിനാറ് കൊടുത്ത് സൂപ്പറായി കേട്ടോ. കുറേ ചവിട്ടി. ഇത് നിങ്ങൾ കണ്ടോ, കുറെ ഏരിയയിൽ ഇതുപോലെ ഉണ്ട്. ഇത് ചെറിയാണോ അതോ ബെയറാണോ എന്ന് കറക്റ്റ് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു നല്ല ഏരിയയിൽ ഈ സംഭവം ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് പറിച്ച് തിന്ന് നോക്കി, എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. ഇതിനകത്തൊരു ഫാം മാർക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം.
നല്ല ജസ്റ്റ് നല്ല ഫ്രഷ് സാധനം കേട്ടോ. ഈ ഫാമിൽ തന്നെ ഉണ്ടാക്കി ഈ ഫാമിൽ നിന്ന് തന്നെ എടുത്ത സാധനമാണ്. നല്ല ഫ്രഷ് സാധനമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബീട്രൂട്ട് 500 പിച്ച് കണ്ടോ. നല്ല ഫ്രഷ് സാധനം കണ്ടോ. ക്യാരറ്റ് ഇപ്പുറം എഴുതിയിട്ടുണ്ട് 500 പിച്ച്. അതുപോലെ എല്ലാ സാധനവും നല്ല ഫ്രഷ് സാധനം. തക്കാളി ഇവിടെ ഇല്ലാത്തൊരു സാധനവും ഇല്ല. നല്ല വിലക്കുറവ്. മുന്തിരിങ്ങയുടെ അവസ്ഥയാണിത്. നല്ല മുന്തിരിങ്ങ പഴുത്ത് അതിനിടാൻ പറ്റിയ പരുവത്തിലായിട്ടുണ്ട്. അത് എല്ലാം ബിരിയാണാക്കുവാണ്. നിങ്ങൾക്ക് ഇത്രയും താഴെ ഇതുവരെ കപ്പളങ്ങ കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇത് കേട്ടോ ഏറ്റവും താഴെ കപ്പളങ്ങ. ഈ മരം പോരിക്കുന്നത് നല്ല സെറ്റപ്പിലാണ് കേട്ടോ. താഴെ കൂടെയാ കൈയിട്ട് നമുക്ക് പറിക്കാതെ രീതി. മനോഹരമായ ഒരു പൂന്തോട്ടം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പൂന്തോട്ടത്തിൽ നിന്നുള്ള പൂ മാത്രം എടുത്തുകൊണ്ട് അവിടെ ഒരു ഫ്ലവറെല്ലാം വിൽക്കുന്നൊരു കടയുണ്ട്. ഈ അബ്ദുലിലെ ഫാമിൽ ഏകദേശം ഒരു ദിവസം ഫുള്ള് നമുക്ക് ഇറങ്ങി കാണാനുള്ള കാഴ്ചയുണ്ട്. അതിനിടയ്ക്ക് നമുക്കത് വിശന്ന് കഴിയുമ്പോൾ കഴിക്കാനുള്ള ഒത്തിരി ഫുഡ് കോർട്ടുകൾ ഇവിടെയുണ്ട്. അറബിക് ഫുഡ് വേണമെങ്കിൽ അറബിക് ഫുഡുണ്ട്, ചൈന ഗാർഡൻ ഉണ്ട്, കോഫി ഷോപ്പുണ്ട്, ബർഗർ കിങ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു സാൻഡ്വിച്ച് തൊട്ട് ബിരിയാണി വരെ നമുക്കിവിടെ കിട്ടും. അങ്ങനെ എല്ലാ ഫുഡും ഉണ്ട്. ആ ഫുഡ് കൂടാതെ ഇരിക്കാനുള്ള സീറ്റുകളും നല്ല സൂപ്പറാണ്. നമുക്ക് ഇരുന്ന് നമ്മുടെ ഫാമിലി ആയിട്ടോ കൂട്ടുകാരായിട്ടോ വന്നു കഴിഞ്ഞാൽ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പേസും അവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പുളിയൂറുമ്പാണ്. നമ്മുടെ നാട്ടിലെ പുളിയൂറുമ്പിന് അത്രയും വലിപ്പമില്ല, പക്ഷെ കടിച്ചാലും വേദനയില്ല കേട്ടോ ഇതിന്. ഒരു വൈവിധ്യമാർന്ന കാഴ്ചയാണിത്. മൊയിലിൻ്റെ കൂടെ തന്നെ ആടിനെ നമുക്ക് ഈ കൂട്ടിൽ കാണാൻ കഴിയും. ഇത് ലില്ലിച്ചെടിയാണ്. ഈ കാണുന്നതല്ല ഇതിൻ്റെ ഭംഗി. ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ പൂവെല്ലാം വിളന്ന് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും. ലില്ലിപ്പൂവും തോട്ടങ്ങൾ. സമയം ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോളമായി. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് വിശന്നൊക്കെ തുടങ്ങി. അപ്പോൾ മുന്നിൽ കണ്ട ഒരു കോൺ ഷോപ്പ് കടയിലോട്ട് ഞങ്ങൾ കയറുകയാണ്. ഇപ്പം കോണാണ് ഞങ്ങൾ കോൺ മേടിക്കാൻ വന്നത്. ഹാഫ് കടിയാണ് ഒരു കോണിന്. അത് ആ കോണൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് നമുക്ക് തരും. ഫ്രഷ് ചൂട് സാധനം കേട്ടോ. ഞങ്ങൾ കോൺ ഷോപ്പിൽ നിന്ന് കോണൊക്കെ മേടിച്ച് നല്ല കച്ചവടം നടക്കുന്ന ഒരു കടയാണ് ഈ കോൺ ഷോപ്പ് കേട്ടോ. സൂപ്പർ കോണം, നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി സാധനമൊക്കെ ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ഫുഡ് കൗണ്ടറാണ്. എല്ലാ ഫുഡ് കൗണ്ടറിലും നല്ല തിരക്കാണ്. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കബാബിൻ്റെ ഷോപ്പാണ്. ഇവിടെ ചിക്കനുണ്ട്, മട്ടനുണ്ട്, ബീഫുണ്ട്, എല്ലാ കബാബും ഉണ്ട്. കൂടാതെ ഇവിടെ നിന്ന് നടന്നു കഴിയുമ്പോഴത്തേന് നല്ല അല്ല ബിരിയാണിയുടെ ഷോപ്പ് ഉണ്ടാവും. വേണ്ട നല്ല ചൂടുള്ള കല്ലിലുള്ള സുലൈമാനി കേട്ടോ. ഇതിന് അരക്കേടിയാണ്, പക്ഷെ നല്ല സൂപ്പറാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവിടെ നല്ലൊരു ഏരിയയോടും കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. ഈ കരിമ്പ് അപ്പം തന്നെ നമുക്ക് വെട്ടി അവരത് പായ്ക്കാക്കി തരും. ആ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. അത്
ഇവിടെ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് പറ്റിയ ഒത്തിരി ഗെയിംസ് ഉണ്ട്. പക്ഷേ ഓരോ ഗെയിംസിനും അവിടെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഓരോ തരത്തിലുള്ള ചാർജാണ്. ഇപ്പം വെള്ളത്തിൽ കൂടെ വേണ്ട ഇത് കണ്ടോ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിള്ളേർ ഇത് ഞങ്ങൾ കുറേ കണ്ടു കേട്ടോ. ഇവിടെ നല്ല ഒരു വിസ്താരത്തിൽ സ്ട്രോബെറിയുടെ ഒരു തോട്ടമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ കറക്റ്റ് ഇത് പ്രത്യേക ഒരു സമയമുണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ എത്താൻ പറ്റിയില്ല ആ സമയത്ത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വിൻഡോയിൽ കൂടെ ആ സ്ട്രോബെറിയുടെ തോട്ടം നിങ്ങളെ കാണിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കയറാം. സ്ട്രോബെറി അവിടെ നമുക്ക് പറിക്കുകയും ചെയ്യാം. ഫാം മാർക്കറ്റിലേക്കുള്ള നല്ല ഫ്രഷ് ക്യാരറ്റാണ് ഈ പറിച്ചു കൊണ്ടുപോകുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഈ മൊത്തം വിളവെടുക്കാറായി നിൽക്കുന്ന ബീറ്റ്റൂട്ടുകളാണിത്. രാത്രിയിൽ ഇവിടെ വെളിച്ചം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ പോസ്റ്റുകൾ നാട്ടിൽ ലൈനൊക്കെ വലിച്ച് വെട്ടം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഫാം മൊത്തം നോക്കുന്ന ജർമ്മൻ ഷെപ്പേർഡായി കിടക്കുന്നത്. ഈ ഏരിയയിൽ ഒരു ലൈന് മൊത്തം ഇലച്ചെടികളാണ്. അത് മൊത്തം പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. കുതിരയിലും കഴുത്തിലും ഇന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് അബ്ദലിയിലുള്ള ബ്ലൂ ലേക്ക് ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എൻജോയ്. അബ്ദലിയിൽ ഒരിക്കലെങ്കിലും വരിക, എൻജോയ് ചെയ്യുക. നമ്മൾ വന്നാലേ ഉള്ളൂ, നമുക്ക് കാണിച്ച് തരുന്നതിനെക്കാട്ടി കൂടുതൽ വന്ന് കാണുന്നതാണ് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ ഞാൻ ജുബിൻ, ഇത് ജോബി. ഓക്കെ, ബൈ ബൈ.